ഗൾഫ് രാജ്യങ്ങളെ പിന്നീട് തങ്ങളുടെ വഴിയിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ, കൺവിൻസ് ചെയ്യിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പല ചെപ്പടി വിദ്യകളും ഉപയോഗിക്കുന്നുണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ നഷ്ടപ്പെട്ടാൽ മിഡിൽ ഈസ്റ്റിലുള്ള അദ്ദേഹത്തിൻ്റെ ആയുധ കച്ചവടം, അദ്ദേഹത്തിൻ്റെ വ്യാപാരം, ഇതെല്ലാം വലിയ രീതിയിൽ അധോഗതിയിലേക്കാകും. ആയുധ വിന്യാസം, അതുപോലെ സൈനിക വിന്യാസം, ഇതെല്ലാം പിൻവലിക്കേണ്ടി വരും ഏകപക്ഷീയമായി. അത് തിരിച്ചടിയാകും. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് വളരെ കരുതലോടെ നീങ്ങുന്നത്. എന്നാൽ ചൈനയും റഷ്യയും അടങ്ങുന്ന ബ്രിക്സ് രാജ്യങ്ങൾ വളരെ കർക്കശമായ നിലപാട് എടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗങ്ങളാണ് ചൈനയും റഷ്യയും. ഫ്രാൻസ് സ്ഥിരാംഗമാണ്. സ്ഥിരാംഗത്വമുള്ള രാജ്യങ്ങളിൽ US മാത്രം ഇത്ര തിണ്ണമെടുക്കുക ഏതർത്ഥത്തിലാണ്. US വലിയ തോതിൽ പിടിച്ചു കെട്ടാൻ ബ്രിക്സ് രാജ്യങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പോലും ഒരു പരിധിവരെ സാമ്പത്തിക ഉപരോധത്തെ മറികടക്കാൻ ബ്രിക്സ് കറൻസി സഹായിക്കും. ബ്രിക്സ് കറൻസി ഇറക്കുന്നത് കൊണ്ട് രണ്ടാണ് നേട്ടം. ഡോളർ വിനിമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര രാജ്യങ്ങൾ ഒട്ടുമുക്കാലും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നടത്തുന്ന. അത്രയേറെ കരുത്ത് വർദ്ധിക്കുന്നു. നമ്മൾ നോക്കൂ, നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം തന്നെ നോക്കിയാൽ രൂപയുടെ ഗുണം, രൂപയുടെ മൂല്യം ഇടിഞ്ഞിടിഞ്ഞ് വരുന്ന ഒരു സാഹചര്യത്തിൽ ഡോളർ കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം, ഇതുൾപ്പെടെയുള്ളത് വലിയ തോതിൽ ചർച്ചയാവുകയാണ്. ഡോളർ വേഴ്സസ് ഇന്ത്യൻ റുപ്പി എന്നതുപോലെ ഡോളർ വേഴ്സസ് റഷ്യൻ റൂബിൾ, അതുപോലെ തന്നെ യെൻ, പൗണ്ട്, ഇതെല്ലാം വരികയാണ്. ഡോളർ എന്നത് ഒരു വലിയ ചാലക ശക്തിയായി മാറ്റിയെടുക്കാൻ വീണ്ടും വീണ്ടും ട്രംപ് ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഒരേ ഒരു മറുപടി പുടിൻ മുന്നോട്ട് വെച്ച ഈ ഫോർമുലയാണ്. പുടിൻ്റെ നിലപാടുകൾ ആദ്യമൊക്കെ അംഗീകരിക്കാതിരുന്ന പല രാജ്യങ്ങളും, പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങൾ, യൂറോപ്യൻ യൂണിയനകത്ത് നിൽക്കുന്ന രാജ്യങ്ങൾ, അവർ മനസ്സിലാക്കുന്നു ഏകപക്ഷീയമായി ട്രംപ് എടുക്കുന്ന നിലപാടുകൾ പിൽക്കാലത്ത് അവർക്ക് വിനയായി മാറും. ഉദാഹരണത്തിന് ഉക്രൈനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക. റഷ്യ എടുക്കുന്ന നയത്തിൽ ഒരു രീതിയിലും വെള്ളം ചേർക്കുന്നില്ല. ഉക്രൈനെ ആക്രമിക്കുക എന്നത് റഷ്യയുടെ പദ്ധതി മാത്രമല്ല. റഷ്യയെ സംബന്ധിച്ചിടത്തോളം തകർക്കപ്പെട്ട സോവിയറ്റ് യൂണിയൻ്റെ പുനരുദ്ധാരണം, അത് ഏത് നിലയ്ക്ക് എങ്ങനെയൊക്കെ സ്ഥാപിച്ചെടുക്കണം, യൂറോപ്യൻ യൂണിയനെ അതിനുവേണ്ടി ഏതറ്റം വരെയും കൃത്യമായി ടാർഗറ്റ് ചെയ്യാൻ റഷ്യയും റഷ്യയുടെ സൈനികരും തയ്യാറാണ്. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല എന്നുള്ളത് വ്ളാഡിമിർ പുടിൻ നേരത്തെ വ്യക്തമാക്കിയതുമാണ്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ സാമ്പത്തിക ഉപരോധമോ അരാജകത്വമോ ഒന്നും ഇവർക്ക് പുത്തരിയല്ല. ഇതാദ്യമായി കാണുന്നതല്ല. ഇതൊന്നും കണ്ടാൽ പേടിക്കുന്നവരുമല്ല. 1-2 വർഷങ്ങളെടുത്ത് അവരെ തകർത്ത് കളയാം എന്നത് കണക്കൂട്ടലിലാണ് ഡൊണാൾഡ് ട്രംപെങ്കിൽ അതിന് ഈ ആയുസ് മതിയാകില്ല. ഈ ടേം കഴിയുമ്പോൾ ട്രംപ് വെറും ഒരു ബിസിനസ്സുകാരനും പുടിൻ സർവശക്തനായ ഒരു സ്വേച്ഛാധിപതിയായി റഷ്യയിൽ നിൽക്കും. ചില രീതിയിൽ നോക്കുമ്പോൾ സ്വേച്ഛാധിപത്യത്തിന് ജനാധിപത്യത്തിനേക്കാൾ മഹത്വമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. സ്വേച്ഛാധിപത്യം ഒരു പരിധിവരെ ശക്തമാണെങ്കിൽ, അതും ജനക്ഷേമത്തിൽ ഊന്നി നിന്നുകൊണ്ട് ആ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണെങ്കിൽ അതിൽ തെറ്റില്ല എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും.